കുറേ നാളത്തെ ഒരു ജേർണിക്ക് ശേഷം സ്ക്രീനിലേക്ക് സിനിമ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സന്തോഷമാവും. ഇത് ഫാൻറ്റസി, ആക്ഷൻ, ഹ്യൂമറൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന, ഫ്രണ്ട്സായിട്ട്. പറയുകയാണെങ്കിൽ മലയാളത്തിലെ എല്ലാ നടന്മാരും ഒട്ടുമിക്ക എല്ലാ പുതുമുഖ നടന്മാരും ഇതിലുണ്ട്. അത് സൗബിനുണ്ട്, പിന്നെ ദുൽഖർ, ടൊവിനോ, കുറേ. എന്തായാലും പടം കിടിലം പടമാണ്. സൗണ്ട് എഫക്റ്റ് ആയാലും കിടിലം തന്നെയാണ്. എന്തായാലും കൊള്ളാം, മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവസാനമാണ് DQൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ വന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമായിരിക്കും. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പടം കിടക്കിയുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും കാണണം ഈ പടം. ഞാൻ പറയുന്നത് വെരി ഗുഡ് ക്യാമറ, എക്സലന്റ് ടെക്നിക്, ക്യാമറ വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് വെരി ഗുഡ്. എല്ലാവരും പോയി കാണൂ. ഇതെൻ്റെ ആദ്യത്തെ ക്യാരക്ടർ റോളാണ്. ആൻഡ് നല്ല പടം. ഞാൻ ഇൻട്രോവേർട്ട്. അയ്യോ, എന്നോട് അർത്ഥത്തെ കുറിച്ച് 100 വാക്ക് പറയാം. അജ്മൽ എല്ലായിടത്തും ക്യാമറയുടെ അല്ലേ. ജോച്ചെ പുതിയ ആളാണെന്നാണ് ഞാനാ ഇൻട്രൊഡ്യൂസ് ചെയ്യണ പുള്ളിനെ. യൂണിവേഴ്സിലേക്ക് പുതിയ ആള് ആയിരിക്കും, എനിക്കറിയില്ല. എന്താ അവിടെ ഭയങ്കര ഗംഭീര സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം, അത് തന്നെ പറയാനുള്ളൂ. സൈഫൈ, സയൻസ് ഫിക്ഷൻ. അത് സിനിമ കാണട്ടെ. കാണാൻ എന്തിനാ സിനിമ വെള്ളമാണ് വെറുതെ. ക്യൂരിയോസിറ്റി പടം കണ്ടാൽ തീരില്ലേ? പടം ഇറങ്ങിയില്ലേ, റിലീസായില്ലേ? പടം റിലീസാണതിന് മുമ്പാണ് ഇതൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതെല്ലാവരും ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. അത്തരത്തിലൊരു ഗംഭീര സിനിമയാണ്. എല്ലാവരും വന്ന് കാണും, വന്ന് വേഗം കാണും, വേഗം വന്ന് കണ്ടതൊക്കെ ഹിറ്റാക്കി പോട്ടാ. നമ്മൾ ബോംബെയിൽ ഇപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ഇപ്പോൾ ഞാൻ 2013 മുതൽ. അപ്പോൾ ബോംബെയിലാണെങ്കിലും എവിടെയാണെങ്കിലും മലയാളീസാണ് ടെക്നീഷ്യൻസിൽ ഏറ്റവും ബ്രില്യൻറ്റ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ചെറുതായിട്ടും എക്കണോമിക്കലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി അതിൻ്റെ ബഡ്ജറ്റ് ഒത്തിരി ഇറക്കാൻ പറ്റാത്തുള്ള സിറ്റുവേഷൻ കാരണം ഉള്ള ഇതേ ഉള്ളൂ. പക്ഷേ അതൊക്കെ മാറി വരുന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് മാറി വരുന്നു. സോ ഭയങ്കര പ്രൗഡാണ് ഈ പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും. ഈ ഒരു വിഷൻ, ഡൊമിനിക്കിൻ്റെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത നിമിഷ്, DQ, മമ്മൂട്ടി സാർ. ചേട്ടാ, ഞാനിപ്പോൾ ഇറങ്ങി വന്നുള്ളൂ. എനിക്ക് അഭിപ്രായം മൊത്തത്തിൽ അറിയത്തില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മുടെ ക്രൂ അത് ഒരു പടം റീവാച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു പടത്തിൻ്റെ വിക്ടറി. ഇപ്പോൾ ഞാൻ തന്നെ ഭാഗമായ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആനന്ദമാണെങ്കിലും റീവാച്ചബിൾ ഫിലിംസിലാണ് അത്. അതാണ് നമ്മൾ ആക്ടേഴ്സൊക്കെ എന്താ പറയുക, നമ്മുടെ പണി എന്താ പറയുക, വീണ്ടും കാണുക, ആ സിനിമ വീണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ ഭാഗമാകാൻ അടിപൊളിയാണ്. എന്തായാലും ജനങ്ങളെല്ലാവരും പടം കാണണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. താങ്ക് യു ബ്രദർ, താങ്ക് യു. വെരി വെരി നൈസ്. ഒരു വേറൊരു യൂണിവേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അമേസിങ്. ഇങ്ങനെ ഒരു സംഭവം ഇപ്പം വരെ മലയാളം സിനിമയിൽ ഇല്ലാത്തൊരു സംഭവമാണ്. സോ ടു ഗുഡ്. മനസ്സിലായില്ല? കണക്റ്റായി. എല്ലാ ജോക്സ് ലാൻഡായി, കോമഡി ലാൻഡായി, ആക്ഷൻ ലാൻഡായി. ആ ഫീലേ വേറെയാണ്. സോ ടു നൈസ്. താങ്ക് യു.